കൊല്ലം ഉളിയകോവിലിൽ 22-കാരനെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം പ്രണയപ്പകയാണ് എന്ന നിഗമനത്തിൽ പോലീസ്. ഫെബിൻ ജോർജ് ഗോമസിന്റെ സഹോദരിയെ വിവാഹം ചെയ്ത് നൽകാൻ കുടുംബം വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഫെബിൻ ജോർജിന്റെയും തേജസ് രാജിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. ഡാൻ, ഏതാണ്ട് ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ എന്നതുപോലെ തന്നെ ഒന്നിലേറെ പേരെ കൊല്ലാനുള്ള ശ്രമത്തിലായിരുന്നു, ആ ലക്ഷ്യത്തിലായിരുന്നു ഫെബിൻ എന്ന വിവരവും ഉണ്ടല്ലോ. ഇതുവരെ എന്തെല്ലാം കാര്യങ്ങളാണ് പോലീസ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്? മഞ്ജുഷ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുക എന്നൊരു പ്രകോപനവുമായാണ് തേജസ് രാജ് എന്ന യുവാവ് ഈ ഫെബിൻ ജോർജിന്റെ വീട്ടിലേക്ക് എത്തിയതെന്നാണ് പോലീസിന് ഇതിനോടകം നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്ന വിവരങ്ങൾ. അത് ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ചില തെളിവുകൾ ഈ വീടിന്റെ പരിസരത്ത് നിന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഇന്ധനം ഇവരുടെ ദേഹത്തേക്ക് ഒഴിച്ചതിന് ശേഷം ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ആദ്യം ഈ പ്രതി നടത്തിയത്, തേജസ് രാജ് നടത്തിയത്. പക്ഷേ ഈ ഫെബിന്റെ പിതാവ് അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതോടെയാണ് ഈ നീക്കം പാളിയത്. തുടർന്നാണ് കൈവശമുണ്ടായിരുന്ന മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഫെബിനെ 3 തവണ ആക്രമിച്ചതിന് ശേഷം അവിടെ നിന്ന് മാറാനുള്ള ഒരു ശ്രമം ഈ തേജസ് രാജ് നടത്തുന്നത്. അതിനിടയിൽ പിടിച്ചു മാറ്റാനുള്ള നീക്കം ജോർജ് ഗോമസ് നടത്തിയതോടെയാണ് ഇദ്ദേഹത്തിന് നേരെയും ഈ തേജസ് രാജ് ആക്രമിക്കുന്നത്. അങ്ങനെയാണ് തുടയ്ക്ക് താഴെ കത്തികൊണ്ട് മുറിവേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ മാരകമായ മുറിവാണ് കാലിൽ ഏറ്റത്. അദ്ദേഹത്തെ അടിയന്തരമായ ശസ്ത്രക്രിയയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ വിധേയനാക്കിയ ശേഷം അദ്ദേഹം ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. പക്ഷേ ആഴത്തിൽ ശരീരത്തിലേറ്റ 3 മുറിവുകളാണ് രക്തം വാർന്ന് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഫെബിനെ എത്തിച്ചത് എന്നാണ് ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ. ആഴത്തിലുള്ള മുറിവാണ് വാരിയലിനും നെഞ്ചിനും കഴുത്തിനും ഫെബിന് ഏറ്റിരിക്കുന്നത്. അതിനുശേഷമാണ് അവിടെ നിന്ന് റെയിൽവേ ട്രാക്കിലേക്ക് പോയി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ തേജസ് രാജിനെയും പോലീസ് കണ്ടെത്തിയത്. അതായത് ഈ ഫെബിന്റെ സഹോദരിയോട് വളരെ അടുത്ത ഒരു സൗഹൃദമുണ്ടായിരുന്നു ഈ പ്രതിക്ക്. കൊലപ്പെടുത്തിയ യുവാവ് തേജസ് രാജിന് ഏറെ വർഷങ്ങൾ അവർ ഒരുമിച്ച് പഠിച്ചവരാണ്. പക്ഷേ വിവാഹം നടത്തിത്തരണമെന്ന ആവശ്യം ഈ ഫെബിന്റെ കുടുംബം സമ്മതിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അതായത് ഇയാൾക്ക് കൃത്യമായ ഒരു സ്ഥിര വരുമാനം ഇല്ലാത്ത ഒരു സാഹചര്യം, പലതവണ ജോലിക്ക് ശ്രമിച്ചിട്ടും ആ ജോലിയൊന്നും കൃത്യമായി ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം. ഇതൊക്കെ കൂടിയായപ്പോൾ ഈ പെൺകുട്ടി തന്നെ ഈ വിവാഹം വേണ്ട എന്നൊരു തീരുമാനമെടുത്ത് അതിൽ നിന്ന് പിന്നോട്ട് മാറുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പോലീസ് ഇവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ പ്രകോപിതനായി പലതവണ തേജസ് രാജ് ഈ വീട്ടിലെത്തുകയും മകളെ വിവാഹം കഴിച്ചു നൽകണമെന്ന് ഈ ജോർജ് ഗോമസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഈ പെൺകുട്ടി പിന്മാറിയതോടെ കുടുംബവും ഈ ആവശ്യത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് ഈ തേജസ് രാജ് ഇവരെ വകവരുത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇന്നലെ വൈകുന്നേരം 6:45 ഈ വീട്ടിൽ എത്തിയത്. ഈ പെൺകുട്ടിയെ ആക്രമിക്കുക, അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തേജസ് ഈ വീട്ടിലെത്തിയതെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. പക്ഷേ ഈ പെൺകുട്ടി വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഫെബിനെ വിളിച്ച് പുറത്തിറക്കിയതിനു ശേഷം പർദ്ദ ധരിച്ചെത്തിയ തേജസ് രാജ് ആഴത്തിൽ കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം മതിൽ ചാടിക്കടന്നോടി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടയിലാണ് രക്തം വാർന്ന നിലയിൽ ഫെബിൻ പ്രാണരക്ഷാർത്ഥം വീടിന് പുറത്തേക്ക് ഇറങ്ങിയോടിയതും. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്ന പോലെ ഏതാണ്ട് ഒരു 50 മീറ്ററോളം ഓടുന്നതിനിടയിൽ അവശനായി തളർന്ന് താഴെ വീണുകയും രക്തം വാർന്ന് മരണം സംഭവിക്കുകയും ചെയ്തത് എന്നാണ് ഈ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരങ്ങൾ. അതായത് ആഴത്തിലുള്ള മുറിവാണ്, ഞരമ്പുകൾ മുറിഞ്ഞു പോകുന്ന തരത്തിലായിരുന്നു ആക്രമണം. അതാണ് ഈ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഫെബിൻ ജോർജ് നാടകീയമായ ഒരു കൊലപാതകത്തിന്റെയും അതോടൊപ്പം ആത്മഹത്യയുടെയും ഞെട്ടലിലാണ് കൊല്ലം നഗരം. അരും കൊലയ്ക്ക് പിന്നിൽ വില്ലനായത് പ്രണയപ്പക തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനായ തേജസ് രാജാണ് കൊലപാതകത്തിന് പിന്നിലെന്നതും അയാൾ അരമണിക്കൂറിന് ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയെന്നതുമാണ് സംഭവത്തിലെ നാടകീയത. ഇന്നലെ വൈകിട്ട് 6:45 വെള്ള നിറമുള്ള കാറിൽ കറുത്ത വസ്ത്രം ധരിച്ചൊരാൾ ഫെബിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ആരെന്ന് തിരിച്ചറിയും മുൻപേ ഫെബിന് കുത്തേറ്റു. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു ആക്രമണം. തടയാൻ ശ്രമിക്കുന്നതിനിടെ പിതാവ് ജോർജ് ഗോമസിനും കുത്തേറ്റു. മാതാവ് ഡെയ്സിയുടെ മുന്നിൽ വെച്ചായിരുന്നു ക്രൂരത.
തുടർന്ന് ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ജോർജ് ഗോമസിന്റേത് ആദ്യം ചെറിയ പരിക്കാണെന്ന് കരുതിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് ആന്തരിക രക്തസ്രാവം ഉള്ളതായി കണ്ടെത്തി. ഉടനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഈ സമയം വിദ്യാർത്ഥിക്ക് കുത്തേറ്റെന്ന വിവരത്തെ തുടർന്ന് പോലീസ് സംഘം ഉളിയകോവിലെത്തി. അപ്പോഴാണ് ട്രെയിൻ തട്ടിയ ഒരാൾ മരിച്ചെന്ന വിവരവും കൊല്ലം ഈസ്റ്റ് പോലീസിനെ തേടിയെത്തിയത്. ട്രെയിൻ തട്ടിയത് ഓവർ ബ്രിഡ്ജിന് സമീപമാണെങ്കിലും മൃതദേഹം തപ്പി ഏറെ നേരം പോലീസ് അലഞ്ഞു. അപ്പോഴാണ് പാലത്തിനടിയിൽ രക്തക്കറ കാർ ശ്രദ്ധയിൽപ്പെടുന്നത്. കാറും കാറിന്റെ വിവരങ്ങളും പരിശോധിച്ചപ്പോഴാണ് DCRBയിൽ ജോലി ചെയ്യുന്ന രാജുവിന്റേതാണ് കാറെന്നും കണ്ടെത്തിയത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ട്രെയിൻ തട്ടി മരിച്ചത് രാജുവിന്റെ മകൻ തേജസ് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഒടുവിൽ ഉളിയകോവിലിൽ വിദ്യാർത്ഥിയായ ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയത് തേജസ് ആണെന്നും പോലീസ് കണ്ടെത്തി. കൊലയ്ക്ക് ശേഷം കാറിൽ കടപ്പാക്കടയിലെത്തിയ തേജസ് ചെമ്പാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിനടിയിൽ എത്തി കാർ പാർക്ക് ചെയ്തു. പിന്നീട് വാഹനത്തിനുള്ളിലിരുന്ന് കൈത്തണ്ട മുറിച്ച ശേഷം കൊല്ലത്തേക്കെത്തിയ ട്രെയിനിന് മുന്നിൽ ചാടുകയായിരുന്നു. ഫാത്തിമ മാത നാഷണൽ കോളേജ് വിദ്യാർത്ഥിയായ ഫെബിൻ കൊല്ലപ്പെട്ടത് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.